ഹലോ, അപ്പോൾ ഇന്നൊരു റൂം മേക്ക് ഓവർ വീഡിയോ ആയാലോ? എനിക്ക് ഈ റൂം മേക്ക് ഓവർ പരിപാടി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരടുത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് റൂം മേക്ക് ഓവർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ റൂം മേക്ക് ഓവർ ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ, ഈ ചുമരിലൊക്കെ പൊട്ടിയിട്ട ടൈമിൽ അത് കുറച്ച് മഴയൊക്കെ നനഞ്ഞ് ഇളകി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോർഷനിൽ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പോൾ അതൊന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഡേ 1 ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ വാളിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഡ്രോയിങ്സും അതുപോലെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ബോറടിക്കുമ്പോൾ ഞാൻ വരയ്ക്കുന്ന എൻ്റെ കലാപരിപാടികളാണ്. കൊള്ളില്ലാന്നുണ്ടെങ്കിലും സമയം പോകാനെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഡ്രോയിങ്സും അതുപോലെ ഫാമിലി ഫോട്ടോസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ച് ഇളക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇളക്കിയപ്പോൾ തന്നെ കണ്ടില്ലേ, ഇവിടെ ഇത്രയും നല്ലതുപോലെ അറിയാൻ പറ്റുന്നുണ്ട്. ആ പുട്ടി ഇളകി വരുന്നതാണ് കേട്ടോ. കണ്ടോ, എൻ്റെ ഈ ഷോപ്പ് എല്ലാം കണ്ടിവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് പെയിൻറ്റുമായിട്ട് എത്തിയിട്ടുണ്ട്. പെയിൻ്റ് അടിച്ച് വലിയ എക്സ്പീരിയൻസും കാര്യമൊന്നും ഇല്ല, എന്നാലും ആ ഒരു പോർഷൻ കവർ ചെയ്യാനായിട്ട് പിന്നെ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തറയിലൊക്കെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സൊക്കെ വിരിച്ചിട്ടാണ് ആ ഒരു പോർഷനിൽ പെയിൻ്റ് അടിക്കുന്നത്. റോളർ വെച്ച് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ പുറകിലൊരു സംഭവം വെക്കുന്നുണ്ട്. അത് ഇരിക്കുന്നില്ല, ഇളകി വീഴുന്നുണ്ടായിരുന്നു. അവസാനം അതെങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി കയറ്റിയിട്ട് ഞാൻ അങ്ങനെ പെയിൻറ്റിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഇത് കാണുമ്പോൾ വിചാരിക്കും നല്ല എളുപ്പമുള്ള പരിപാടിയാണെന്ന്, പക്ഷേ ശരിക്കും മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ. ഒരച്ച് അതിൻ്റെ പുറത്ത് പെയിൻറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ദേഷ്യം വരും. അത് ഉരയ്ക്കും തോറും അതിലുള്ള പൊടികളും ഈ ഒരു റോളറിൻ്റെ ഉള്ളിൽ വരുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പോർഷൻസ് റോളർ വെച്ച് അടിച്ചിട്ടും അത് നല്ലതുപോലെ കവർ ആവുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ കുറേ ഡ്രോയിങ് ബ്രഷസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിലൊരു ബ്രഷ് എടുത്ത് ഞാൻ അത്രയും പോർഷന് മാത്രം വൈറ്റ് പെയിൻറ്റ് നല്ലതുപോലെ അടിച്ചു കൊടുത്തു. അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലതുപോലെ ആ ഒരു വൈറ്റ് പെയിൻറ്റ് നല്ലതുപോലെ കവറായിട്ടുണ്ട്. അങ്ങനെ പെയിൻറ്റ് അടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് എനിക്ക് കൊറിയർ വന്നത്. എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല, എന്താണ് ഓർഡർ ചെയ്തതെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ എന്തായാലും അതൊന്നും പൊട്ടിച്ചിക്കാൻ ടൈമില്ല, ബാക്കി പരിപാടിയിലോട്ട് പോവാം. ഈ ഒരു പെയിൻറ്റിങ് പരിപാടിയൊക്കെ രാവിലെയാണ് ചെയ്തത്. അതിനുശേഷം ബാക്കിയുള്ള ഫുൾ ടൈം റെസ്റ്റ് ആയിരുന്നു. ഈ പെയിൻ്റ് അടിയുടെ ക്ഷീണം മാറ്റാനായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് ഞാൻ രാത്രിയാണ് സ്റ്റാർട്ട് ചെയ്തത്. രാത്രി റൂമിലുള്ള കുറച്ച് സാധനങ്ങളായിട്ട് എടുത്ത് മാറ്റി വെക്കാനായിട്ട് തുടങ്ങി. റൂമിലാകെ പെയിൻ്റ് അടിച്ചതിൻ്റെ പൊടിയും അതുപോലെ തന്നെ റൂം ഫുള്ള് അധികം ഇഷ്ടംപോലെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഒന്ന് റിമൂവ് ആക്കി ഞാൻ. പിന്നെ ആ വിൻഡോയുടെ സൈഡിലുള്ള കർട്ടൻസൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ എൻ്റെ വീഡിയോ എടുക്കുന്ന ലൈറ്റ്സാണ്. ഇത്രയും യൂസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഓരോ ദിവസം എൻ്റെ മൂഡനുസരിച്ച് ഓരോരോ ലൈറ്റും മാറ്റി എഴുതി വെക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ അതും ഒരു കോർണറിലോട്ട് ഞാൻ മാറ്റി വെച്ചു. ഇത്രയും പ്രോഡക്റ്റ്സ് ഞാൻ ട്രൈ ചെയ്തതും അതും ഇനി റിവ്യൂ പറയാനും വീഡിയോ എടുക്കാനും വച്ചിട്ടുള്ള സാധനങ്ങളാട്ടോ. അങ്ങനെ ഡേ 1 പരിപാടി ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇത് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹാങ്ങിങ് ആണ്. അപ്പോൾ അതും അതിലുള്ള ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, അപ്പോൾ അതും അതിൻ്റെ പുറത്തിങ്ങനെ ആ കർട്ടൻ്റെ ഭാഗത്തായിട്ട് തൂക്കിക്കൊടുത്തു. അതിനുശേഷം ഒരു ചെയറൊക്കെ എടുത്തിട്ട് എൻ്റെ ഈ ഷോപ്പിനെ അവിടെ പിടിച്ചിരുത്തി. പാവം കുറേ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പിടിച്ചിരുത്തി. അതിനുശേഷം ആ ഒരു കോർണറിലായിട്ട് ഫോട്ടോസും ഫാമിലി ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ബെഡിൽ ഫുള്ളായിട്ട് എനിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും പഠിക്കുന്നത് എല്ലാ ബുക്സും വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഒതുക്കി മാറ്റി വെച്ചു. ഓരോ ദിവസം കഴിയുന്തോറും മടിയായതുകൊണ്ട് കൊച്ചു കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്ത് വരികയായിരുന്നു. നെക്സ്റ്റ് ഡേ 3 ആണ്. ഡേ 3യുടെ അന്ന് ഞാൻ ശരിക്കും ഒരു വീഡിയോ എടുത്തിട്ടിരിക്കുമായിരുന്നു. വീഡിയോ എടുത്തതിൻ്റെ ഇടയിൽ ആ ഫേസ് പാക്ക് ഉണങ്ങുന്നത് വരെ ഞാൻ ആ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഞാൻ ആ ഒരു കർട്ടനിൽ കൂടെ ചുറ്റി ഇട്ട് കൊടുത്തു. ഡേ 4 ആയപ്പോൾ പിന്നെയും ഡേ 3 അടുക്കി വെച്ചതൊക്കെ പിന്നെയും വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യം തന്നെ ബെഡിൻ്റെ പുറത്ത് കിടന്ന ഡ്രസ്സൊക്കെ ഒതുക്കി മടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് മടക്കിയതൊക്കെ കബോർഡിൻ്റെ അകത്തൊക്കെ സെറ്റാക്കി വെച്ച്, കബോർഡൊക്കെ ആകെ അലമ്പായിട്ട് കിടക്കായിരുന്നു. അങ്ങനെ അതും നല്ലതുപോലെ ക്ലീനാക്കി. നെക്സ്റ്റ് ടാസ്ക് പിടിച്ച സാധനമാണ് എൻ്റെ സ്കിൻ കെയർ ഒക്കെ വെക്കുന്ന ടേബിൾ ആകെ അലമ്പ് പിടിച്ച് കിടപ്പുണ്ട്. കാര്യം ഞാൻ അതെന്നും എടുക്കുന്നതുകൊണ്ട് എന്നും അതിൻ്റെ സ്ഥലം ഓരോ ദിവസം ഓരോരോ സ്ഥലങ്ങൾ മാറിയിട്ടിരിക്കും. അതിലും അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നല്ലതുപോലെ ഞാൻ ക്ലീനാക്കി അതൊന്നൊക്കെ റീഅറേഞ്ച് ചെയ്ത് വെച്ചു. അങ്ങനെ അതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇരുന്നപ്പോഴാണ് ഫാനിലൊക്കെ ഭയങ്കര പൊടിയാണ്. ഈ റൂമിലൊന്നാതെ നല്ല പൊടിയും തുമ്മലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഫാനും കൂടെ ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പൊടി കൂടെ ഒന്ന് തുടച്ചെടുത്തു. ഞാൻ ക്ലീൻ ആക്കുന്നതിൻ്റെ ഇടയിൽ പോപ്പി വന്ന് നോക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു.
അങ്ങനെ അതിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ലൈറ്റ്സ് പിന്നെയും ഞാൻ അറേഞ്ച് ചെയ്ത് വച്ചു. അതിൻ്റെ ഇന്ന് ഡേ 5 ആണ്. ഇന്ന് അത്യാവശ്യം റൂം ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ആകെ ബെഡ് വിരിക്കുക അങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ റൂമൊക്കെ ക്ലീൻ ആക്കി കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഉള്ള ലുക്ക് ഇതാണ്. അങ്ങനെ ഒരു LED ലൈറ്റ് കൂടെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. പക്ഷേ ഇപ്പോഴത്തെ റൂമിൻ്റെ ലുക്ക് ഇതാണ്. 2 വീക്സ് കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു റൂം മേക്ക് ഓവർ ചെയ്യണമെന്ന് തോന്നി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഫസ്റ്റത്തെ ആണോ അതോ സെക്കൻഡത്തെ ആണോ ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇനി ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.